നമസ്കാരം. വാഴ 2 2 മണിക്കൂർ 34 മിനിറ്റ് ദൈർഘ്യമുള്ള സിനിമ തിയേറ്ററിൽ തുടരും കണ്ടതിന് ശേഷം എനിക്ക് ഏറ്റവും ഹൈ കിട്ടിയ എല്ലാ ഇമോഷൻസിൽ കൂടെ എന്നെ കടത്തിവിട്ട സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ അത് വാഴ 2 ആണെന്ന് പറയേണ്ടി വരും. അതിനിടയ്ക്ക് ഒരു കൊല്ലത്തോളമായി എങ്കിലും ഈ ഇത്രയും മനോഹരമായ ഒരു സിനിമ ഫസ്റ്റ് ഹാഫിൽ കുറെ കോമഡി ഉണ്ട്, സെക്കൻഡ് ഹാഫിൽ ഇമോഷണലി കണക്ട് ചെയ്ത സിനിമ. ഹാഷിർ ആൻഡ് ടീമാണ് ഇതിനകത്ത് മെയിൻ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ഹാഷിർ, അലൻ, വിനായക്, അജിൻ, പിന്നെ ദേവരാജ്, പിന്നെ ഇവരെ കൂടാണ്ട് വിജയബാബു ഉണ്ട്, പിന്നെ നമ്മുടെ അൽഫോൻസ് പുത്രനുണ്ട്, സുധീഷ് ഉണ്ട്, ബിജുക്കുട്ടനുണ്ട്, വിനോദ് കേടാമംഗലം എന്ന് വേണ്ട നമ്മൾ അറിയുന്ന ഒരു പറ്റം താരങ്ങളുള്ള സിനിമ. വിപിൻ ദാസാണ് സിനിമയുടെ തിരക്കഥ എഴുതുന്നത്. ഒരു കയ്യടി കൊടുക്കേണ്ട സ്ക്രിപ്റ്റാണ്, കാരണം അത്ര മനോഹരമായിട്ട് എഴുതിയ, ആളുകളുടെ പൾസ് അറിഞ്ഞ് ആളുകളെ ഇമോഷണലി എങ്ങനെ കണക്ട് ചെയ്യാമെന്ന് വ്യക്തമായി പഠിച്ചെഴുതിയ സ്ക്രിപ്റ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. നല്ല രീതിയിൽ സമിൻ സാദ് സംവിധാനവും ചെയ്തിട്ടുണ്ട്. ഈ 2 മണിക്കൂർ 34 മിനിറ്റ് കഴിഞ്ഞു കഴിയുമ്പോൾ ഈ സിനിമ തീർന്നു പോയല്ലോ എന്ന് തോന്നിപ്പിക്കുന്ന സിനിമ എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. അത് എന്ത് രസമായിരുന്നു. സെക്കൻഡ് ഹാഫ് ഒക്കെ എനിക്ക് ശരിക്കും അവസാനമൊക്കെ കണ്ണ് നിറയിച്ചു. ശരിക്കും അത് ഇമോഷണലി നമ്മൾ നല്ല രീതിയിൽ കണക്ട് ചെയ്തു. ഫസ്റ്റ് ഹാഫിൽ ഇവരുടെ സ്കൂൾ ലൈഫ് കാണിക്കുന്ന കിഡിലും കുറേ കോമഡി ഉണ്ട്. ഹാഷിർ ഒരു പെർട്ടിക്കുലർ സീൻ ഉണ്ട്, ഞാൻ സ്പോയിലർ ആവണോണ്ട് അധികം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞില്ല. പക്ഷെ ഇവരുടെ എല്ലാ അഫയർ എല്ലാം ഇങ്ങനെ ലവ് അഫെയർ എല്ലാം പിടിക്കുന്ന സമയത്ത് ഹാഷിറിന്റെ ലവ് അഫെയർ പിടിക്കുന്ന സമയത്ത് ഒരു സംഭവമുണ്ട്. അത് കണ്ട് ഞാൻ പൊട്ടിച്ചിരിച്ചു പോയി. കാരണം ഹാഷിറിന്റെ എക്സ്പ്രഷനും കാര്യങ്ങളും ഒരു രക്ഷയില്ലാന്ന് പറഞ്ഞാല് അത്ര രസമായിട്ട് ഹാഷിർ അത് ചെയ്തിട്ടുണ്ട്. ഹാഷിറിനോടൊപ്പം തന്നെ അലനും അതെ. അലനും വിനായകും അജിനും ദേവരാജ് ഇവരെല്ലാവരും എന്തൊരു ഗംഭീര ആർട്ടിസ്റ്റുകളാണെന്ന് ഞാൻ ആലോചിക്കണം. എന്ത് ഭംഗിയായിട്ടാണ് ഇവർ ചെയ്യുന്നത്. ഒരു പുതുമുഖങ്ങളാണ് മലയാള സിനിമയിൽ നിന്ന് പറയാത്ത രീതിയിൽ ബ്രില്യൻ്റ് ആയിട്ട് ചെയ്തു. ബിജുക്കുട്ടനും സുധീഷിനും ഒക്കെ ഈ അടുത്ത് കിട്ടിയ, അല്ലെങ്കിൽ വിനോദ് കേടാമംഗലം അങ്ങനെയൊക്കെ കിട്ടിയ ഏറ്റവും നല്ല കഥാപാത്രങ്ങളാണ്. പിന്നെ എടുത്തു പറയണമെന്ന് എനിക്ക് തോന്നിയ വിജയബാബുവിന്റെ പെർഫോമൻസ് ആണ്. വിജയബാബു ഒരു ചൊറിയൻ ഒരു സാറായിട്ട് ഏറ്റവും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. വിജയബാബു ഈ അടുത്ത് ചെയ്തതിൽ എനിക്ക് ആടുത്തിരി കണ്ടപ്പോൾ പോലും തോന്നാത്ത അത്രയും കിടിലമായിട്ട് ഈ റോള് പുള്ളി കൈകാര്യം ചെയ്തു. അൽഫോൻസ് പുത്രൻ ബ്രില്യൻ്റ് ആയിരുന്നു. ഇന്നത്തെ കാലത്ത് ഈ ഡ്രഗ്സിന്റെ പരിപാടികളും ഡ്രഗ്സ് എന്തുകൊണ്ട് ഡ്രഗ്സിലേക്ക് പോകണം, അതിൽ നിന്ന് എങ്ങനെ റിക്കവർ, ഇങ്ങനെ കുറെ കാര്യങ്ങൾ അയാളുടെ ജീവിതത്തിൽ നിന്ന് പോലെ പറഞ്ഞു തരുന്ന പോലെ കിട്ടിലുമായിട്ടൊരു പോലീസ് ഓഫീസറിനുള്ള വളരെ മനോഹരമായിട്ട് ആ റോള് കൈകാര്യം ചെയ്തു അൽഫോൻസ് പുത്രൻ. പിന്നെ അജു വർഗീസ് ഉണ്ട്. അജു വർഗീസ് നല്ല രസമായിട്ട് ചെയ്തു. ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് ഹാഫിൽ കുറെ കോമഡിയും കാര്യങ്ങളും ഒക്കെ വരുന്നു. സെക്കൻഡ് ഹാഫിലേക്ക് വരുന്നതോറും പഠിക്കാനായിട്ട് ഇവർ വിദേശത്തേക്ക് പോകുമ്പോൾ അതൊക്കെ അവിടെ ഈ പഠിക്കാനായിട്ട് വരുന്നവർ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളും എങ്ങനെ കഷ്ടപ്പെട്ടാണ് അവർ പൈസ ഉണ്ടാക്കുന്നതും അവർ പഠിക്കുന്നതും സർവൈവ് ചെയ്യണമെന്നും ഒക്കെ വ്യക്തമായിട്ട് പഠിച്ച് എഴുതിയ ഒരു സ്ക്രിപ്റ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. സൂപ്പറായിട്ട് എഴുതിയ പോലെ എനിക്ക് തോന്നി. സെക്കൻഡ് ഹാഫൊക്കെ ഭയങ്കര അച്ഛൻ, മകൻ, അമ്മ, മക്കള്, പിന്നെ സിബ്ലിങ്സ്, ഇവരൊക്കെ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ വളരെ കൃത്യമായിട്ട് പഠിച്ച് ഇമോഷണലി നമ്മളിലേക്ക് കണക്ട് ചെയ്യാൻ സാധിച്ചത് ബ്രില്യൻ ഫിലിം തന്നെയാണ് വാഴ 2. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും കണ്ടു നോക്കണം.